ഫ്രണ്ടിൻ്റെ കൂടെ. അവൾ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. എന്നിട്ട് ആഷ്കർ ചാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. 5 മിനിറ്റ് എടുക്കുമായിരിക്കും യാത്ര. അവളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഞാൻ ഇറങ്ങാൻ ലേറ്റായി. ചെറിയൊരു ഷോപ്പിങ്ങാണ് ഉദ്ദേശിക്കണേ. ചെറിയ മാർക്കറ്റിലാണ് പറഞ്ഞത് ഡ്രസ്സ് വാങ്ങാനായിട്ട്. നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ ആദ്യം പോകാനിരുന്നത് മറ്റൊരു മാർക്കറ്റിലാണ്. അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് 2 മാസമായിട്ട് അവിടെ അടച്ചിട്ടേക്കുവാണെന്ന് അറിഞ്ഞത്. ലാൻഡ് വേറെ ആൾക്കാർ വാങ്ങിയേക്കുവാണ്. ഈ കാണുന്ന കവാടമൊക്കെ ചരിത്ര പ്രധാനമായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സൂർസാഗർ ലേക്കിനടുത്തുള്ള മാർക്കറ്റിലോട്ടാണ്. ആദ്യത്തെ പ്ലാൻ പാളിയതിൻ്റെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു ആൾക്ക്. വഴി നീളെ എനിക്ക് സോറി പറഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു, ബുദ്ധിമുട്ടായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിവ സ്റ്റാച്ചു കാണാൻ പോകേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടൊരു ഡ്രസ്സ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരെണ്ണം കാണിച്ചൊക്കെ തന്നതായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ഇന്നാണ് അറിയണത് അത് റിട്ടേൺ ചെയ്തെന്ന്. പുള്ളിക്കാർക്ക് നേരിട്ട് ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പ്രിയ എന്തെങ്കിലും 1 വയസ്സിന് ഇളയതാണെങ്കിലും മറ്റു ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയാണെന്നുള്ള രീതിയിലാണ്. കൂട്ടം തെറ്റി പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ കൈ പിടിച്ച് ലോക്ക് ചെയ്തിട്ട് നടക്കുന്നത്. പോകുന്ന വഴിക്ക് മൊത്തം ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് അത് വാങ്ങിത്തരട്ടെ, ഇത് വാങ്ങിത്തരട്ടെ എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഓഫറായിരുന്നു. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടോ, വെള്ളം വാങ്ങിത്തരട്ടെ. ഞാൻ കുട്ടിയാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ട് ഇവളുടെ കൂടെ പോയിട്ട്. എൻ്റെ സുഹൃത്തെ എൻ്റെ കുട്ടി പറയുന്നല്ലോ കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാരിൽ വെച്ചിട്ട് കുറച്ച് ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് പ്രിയ. ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് പ്രിയനെ ആദ്യമായിട്ട് കാണുന്നത്. നാഗ്പൂർക്കാരിയാണ്. എനിക്കങ്ങനെ നോർത്ത് ഇന്ത്യക്കാരൊന്നും അങ്ങനെ പരിചയമൊന്നും അങ്ങനെ മുമ്പില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട നോർത്ത് ഇന്ത്യക്കാരി ഇവളാണ്. അപ്പോൾ അടുത്ത ഇടപഴകിയ സമയത്ത് ആൾ കുറച്ച് ജെനുവിനാണെന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. നമ്മളെവിടെ പോയാലും നമ്മൾ ഒരു കുട്ടീനെ കൊണ്ടു നടക്കുന്ന രീതിയിൽ, അതായത് ആൾ ഒരമ്മയുടെ രീതിയിലാണ് നമ്മൾ കെയർ ചെയ്യണത്. അത്രയും സംരക്ഷണമൊക്കെ ആയിട്ട് നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് വേണ്ടി വാദിക്കാനും മുന്നിൽ കയറി നിൽക്കാനൊക്കെ അങ്ങനെ വേണ്ടി വന്ന ഒരാൾ ഇടിച്ചിടാനും പുള്ളിക്കാർക്ക് റെഡിയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആൾ. മാർക്കറ്റിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ആദ്യം നടന്ന് കാണാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ഒരു ഷോപ്പ് കണ്ടെത്തി. ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ഡ്രസ്സൊന്നും വാരി വലിച്ചിരിക്കാതെ ഒരു 4 കളർ ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് അതിലൊന്ന് സെലക്ട് ചെയ്യാന്നുള്ളൊരു വ്യക്തിയായിരുന്നു. എനിക്കത് കണ്ടതിൽ റെഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചത് ഓക്കെ ആണോന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് റെഡ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു പുള്ളിക്കാർക്ക്. പക്ഷേ വേറൊരു കളറും കൂടെ, ഒരു പിങ്കും കൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് ഹസ്ബൻഡിനാണ് കൺഫേം ചെയ്ത് അങ്ങനെ റെഡിലോട്ട് എത്തി പുള്ളിക്കാർക്ക്. അങ്ങനെ ഇരുന്നത് എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെന്നാണെങ്കിൽ വാരി വലിച്ചെല്ലായിട്ട് ഇങ്ങനെ അവരുടെ സമയം കളയുക, അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ പണി കൊടുക്കുന്നതിന് വലിയതാണല്ലോ. അപ്പം അതുണ്ടായില്ലായിരുന്നു. ഒരു 4 റെഡ് സെലക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് സ്ലീവ് വെക്കണമായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അവിടെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സമയം കൊണ്ട് ചുമ്മാ കറങ്ങാമെന്നുള്ള രീതിയിൽ വീണ്ടും ഇറങ്ങി. ചില ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് ഉള്ളത്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ചീപ്പ് റേറ്റിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുകയാണ്. ചില സാധനങ്ങളൊക്കെ കാണുന്ന നഷ്ടമാണ്. നമുക്ക് ചെറുപ്പത്തിൽ വാങ്ങണം എന്ന് ആഗ്രഹിച്ച സമയത്ത് കിട്ടാതിരുന്നിട്ട് പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് പ്രത്യേകം യൂസ് ഇല്ല. പിന്നെ വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടാണ് വെറുതെ ഓർമ്മകൾ കൈവരുത്തി ഞാൻ അടുക്കുമായിരുന്നു. സ്റ്റിച്ച് ഡ്രസ്സ് ഞങ്ങൾ വാങ്ങി. ഇനി അടുത്ത് പോകാനുള്ളത് സൂർസാഗർ ലേക്കിലോട്ടാണ്. അവിടെ ശിവ സ്റ്റേജ് കാണാനുണ്ട്. പിന്നെ അവിടെ അതിന് ചുറ്റും കുറച്ചേരം നടക്കുക, ഫുഡ് കഴിച്ച് തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പോകുന്ന വഴിക്ക് കാണുന്നതിനൊക്കെ കുറച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് സമാധാനമില്ല. എന്ത് സാധനം കണ്ടാലും എനിക്ക് അതിനെക്കുറിച്ച് വിവരിച്ചറിയില്ല. നാട്ടിലിതുണ്ടോ, ഇതിനെന്തോ അവിടെ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെങ്ങനെയാണ് പറയുന്നത്, ഇതിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ലോക്കൽ ഗൈഡിൻ്റെ ജോലിയും കൂടുതലും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു സ്മാരകങ്ങളുടെ കാര്യവും അതേപോലെ ഗവൺമെൻറ് വിറ്റ് കൊടുത്ത കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കണ്ടുപിടിക്കുന്നത് അപ്പുറത്തെ പോലെ ഓടി കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് വാങ്ങാനുള്ള രക്ഷയില്ലാന്ന് കണ്ടു.
വരെ പോയി അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, സംസാരിച്ചു തിരിച്ചു. വഡോദരയുടെ സെൻറ്ററിലാണ് സൂർസാഗർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. 18ാം നൂറ്റാണ്ടിലാണ് ഇത് പണിയെടുപ്പിച്ചെന്ന് പറയുന്നത്. ഇതിനുണ്ടാകും ഗേറ്റ്സ് ഒക്കെ ഉണ്ട്. ഓവർഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗേറ്റ് തുറന്ന്